ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. കായാമ്പൂമേനിയെ ഉൾക്കാമ്പിൽ കണ്ടപ്പോൾ കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും, കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും. ഉൾക്കണ്ണ കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി, കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി. മാടുകളാകുന്ന മർത്യന്റെ മാനസം, മാടുകളാകുന്ന മർത്യന്റെ മാനസം കാനനമാണെന്നു കണ്ടിടുന്നു. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ എല്ലാവർക്കും സാദര നമസ്കാരം. 144ാമത് പൂരം ജയന്തി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഈ പുണ്യ സങ്കേതവും നമ്മുടെ എല്ലാ ഹൃദയവും. ഇത് അതിൻ്റെ ഭാഗമായി നടക്കുന്ന ജന്മനക്ഷത്ര സമ്മേളനം ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി മാനസ ആനന്ദ് അവരുടെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അറിവുള്ളിൽ ചേർത്തെന്നിൽ വാസം ചെയ്യുന്നൊരു പരിശുദ്ധ ശക്തിയെ ഓർത്തിടുന്നേ. മനഃശക്തിയില്ലാതെ വലയുമേഴയോ ചെറിയ കൂട്ടങ്ങളെ കൈവിടല്ലേ. മനസാ വാചാ കർമ്മ പിഴകൾ തിരുത്തുവാൻ ആഗതികൾക്കാശ്രയം വേറെയില്ലേ. ശാന്തി അടിയങ്ങൾ കേകണമേ, മനഃശാന്തിയായി ഞങ്ങളിൽ വാഴേണമേ. പരമഗുരുവേ പരിശുദ്ധബോധമേ ആഗതികൾക്കാശ്രയം തൃപ്പാദമേ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം
പരമാചാര്യനും പരഹൃദയ ജ്ഞാനസ്വരൂപനും ആരാധകർക്കാരാധ്യനുമായ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടിയുടെ നിർഭാഗം പ്രത്യക്ഷമായി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കലിയുഗത്തിൽ അജ്ഞാന സംഹാരാർത്ഥം നിഷ്കളങ്ക ജ്ഞാനകജ്ഞയായി തിരുവതാരം ചെയ്ത സർവശക്തിയുടെ സമ്പൂർണമായ തിരുവതാര വാഴ്ച നിത്യകാലം ആത്മലോകത്തിലേക്ക് അനുഭവമാക്കുവാൻ തീരുമാനം ചെയ്ത് സ്വീകരിക്കപ്പെട്ട ഓരോ തിരുശരീര വാഴ്ചകളെയും നന്ദിയോടെ ഭക്തിയോടെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എന്നും വന്നത് ഒരാളാണെന്നും ഓതിയ തത്വം അതൊന്നാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാറ്റമില്ലാത്ത മരണമില്ലാത്ത ശുഭാനന്ദ തപോശക്തി എന്ന തൃക്കാർത്തികയിൽ നമുക്കായി പ്രത്യക്ഷമായി വാഴുന്ന വാഴ്ച പ്രത്യക്ഷാനുഭവങ്ങളിൽ കൂടി അനുഭവിച്ചുകൊണ്ട് വനപാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് 144ാമത് ഭൂരൻ ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ഉന്നതമായ ഈ ജന്മനക്ഷത്ര സമ്മേളന വേദിയെ അലങ്കരിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യനും ആദരണീയനുമായ അധ്യക്ഷൻ സ്വാമി ഗീതാനന്ദൻ, ഈ സമ്മേളനത്തിൽ ബന്ധിക്കുന്ന നമ്മുടെ ആത്മബന്ധു സ്വാമി നന്ദാത്മജാനന്ദ, സ്വാമി തപസ്യാനന്ദൻ, അഡ്വക്കേറ്റ് പി കെ വിജയപ്രസാദ് സാർ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന സന്യാസവൃന്ദങ്ങളെ, ഭഗവാന്റെ സ്നേഹനിധികളായ അരിമ ശിഷ്യ സന്താനങ്ങളെ, 144ാമത് മഹാപൂരത്തിന്റെ അത്യുന്നതമായ മഹാഘോഷങ്ങൾ ഇന്ന് 10ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ ഘോഷിക്കുവാനാണ് ഭക്തസഹസ്രങ്ങൾ ഈ തിരുസന്നിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവതാരം ആത്മലോകത്തിന്റെ നിത്യവെളിച്ചമാണ്. ജന്മങ്ങളിലെല്ലാം മോക്ഷത്തെ ദാനം ചെയ്യുവാൻ, ജന്മങ്ങളെല്ലാം മോക്ഷത്തിലെത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സർവപ്രകൃതിക്കും സർവചരാചരങ്ങൾക്കും സർവമർത്യന്മങ്ങൾക്കും അങ്ങനെയെല്ലാം ഉൾപ്പെടുന്ന മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതും കണ്ടെത്താത്തതുമായ അതിവിശാലമായ ഈ പ്രപഞ്ചം, സർവത്തെയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം അതൊരു ഏക ശക്തിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളതുകൊണ്ട് ഈ പ്രാപഞ്ചികമായ ജീവിതയാത്രയിൽ നിന്നുമുള്ള മോചനം അഥവാ മോക്ഷം ആ ഏക ശക്തിയിൽ ഓരോ സൃഷ്ടിയും ലയിക്കുന്നത് തന്നെ. സൃഷ്ടാവിൽ തന്നെ സൃഷ്ടികൾ ലയിച്ചു ചേരുന്ന അനുഭവാവസ്ഥയാണ് മോക്ഷം. ആ മോക്ഷം ആത്മാവിൽ ഒരു ജന്മമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സവിശേഷമായ ശുഭമുഹൂർത്തം. ലൗകികമായ വിവിധ കാര്യങ്ങൾക്ക് ശുഭമുഹൂർത്തങ്ങളെ നമ്മൾ അന്വേഷിക്കാറുണ്ട്, തെരഞ്ഞെടുക്കാറുണ്ട്. ശുഭമുഹൂർത്തം എന്നൊന്ന് ഉണ്ട്. ഏത് കർമ്മവും മംഗളകരമാക്കി തീർക്കുവാൻ, ഈശ്വരാനുഗ്രഹം അതിലേക്ക് ലഭ്യമാകാൻ നമ്മൾ ശുഭമുഹൂർത്തങ്ങളെ തേടാറുണ്ട്, ശുഭമുഹൂർത്തങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഇഹപരലോകത്തിൽ വെച്ച് ഏറ്റവും അതിധന്യമായ ശുഭമുഹൂർത്തം സൃഷ്ടിയായ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന, സൃഷ്ടാവിലേക്ക് വിലയം പ്രാപിക്കുന്ന അത്യുത്കൃഷ്ടമായ സന്ദർഭം ആ ശുഭമുഹൂർത്തം. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുള്ള അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുവാനാണ് അടിയനെ നിയോഗിച്ചിരിക്കുന്നത്. ഉന്നതനായ പൊന്നുതമ്പുരാൻ, സർവാധികാരിയായ പൊന്നുതമ്പുരാൻ, ഈ മഹാസമ്മേളനത്തിനും ഈ മഹനീയ കർമ്മങ്ങൾക്കുമായി
ഇത്രയും ഭക്തജനങ്ങളെയും ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും എല്ലാം സ്ഥൂലാവസ്ഥയിൽ എത്തിച്ച് എന്നാൽ സൂക്ഷ്മാവസ്ഥയിൽ കൂടാകൂടി ദൂതന്മാരെയും ദേവീദേവന്മാരെയും ഇഹപരലോകവാസികളെയും ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ മഹാപൂരം നടത്തുന്ന സർവശക്തി ഈ മഹാസമ്മേളനത്തിലേക്ക് പ്രത്യക്ഷമായി എഴുന്നള്ളി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഗുരുപാദങ്ങളിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആത്മബോധോദയ സംഘത്തിന്റെ ആദരണീയനായ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അവറുകളാണ്. ഉത്കൃഷ്ടമായ ആദർശത്തിന്റെ ഉത്കൃഷ്ടമായ കർമ്മങ്ങളെ കാലവും ദേശവും ദേഹവും നോക്കാതെ ഈ ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ കർമ്മം ചെയ്യുന്ന സ്വാമി ഗീതാനന്ദൻ അവറുകളെ ഉന്നതമായ പുണ്യപൂരത്തിന്റെ ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ നിയോഗിതമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ മഹേന്ദ്രൻ അവറുകളാണ്. കഴിഞ്ഞ പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശ്രീ എ മഹേന്ദ്രൻ അവറുകൾക്കും ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും 144ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ പേരിലുമുള്ള സ്വാഗതം ഈ മഹാസമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആശീർവാദ പ്രസംഗം നടത്തുന്നത് അഭിബന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രോപൊലിത്തയാണ്. നിരണം യാക്കോബായ സഭയുടെ ഭദ്രാസനാധിപനാണ്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിതാവിനും ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും 144ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ പേരിലും ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ ആശംസ അർപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീമദ് സ്വാമി നന്ദാത്മജാനന്ദയാണ്. ആത്മബോധോദയ സംഘവുമായി സന്യാസ ദീക്ഷയിൽ എത്തും മുമ്പ് തന്നെ വളരെയേറെ അടുപ്പവും ബന്ധവുമുള്ള നമ്മുടെ ആദർശ ബന്ധുവാണ്. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സന്യാസവര്യനായി പ്രവർത്തിക്കുന്നു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രമായ പ്രബുദ്ധ കേരളത്തിന്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. ഉന്നതമായ ആത്മീയ ആദർശ തത്വങ്ങളെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഉന്നതമായ ആത്മീയ വചനങ്ങളെ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഈ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഉന്നതമായ ആദർശ പ്രവർത്തനം നടത്തുന്ന ആദർശ ബന്ധുവായ ശ്രീമദ് സ്വാമി നന്ദാത്മജാനന്ദ അവർക്ക് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും 144ാമത് പൂരം ജന്മനക്ഷത്രത്തിന്റെ പേരിലും ഉന്നതമായ ഈ ജന്മ നക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുക. ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നത് സ്വാമി തപസ്യാനന്ദൻ അവറുകളാണ്. ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഉന്നതമായ ആദർശ പ്രവർത്തനങ്ങളെ ധീരമായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമി തപസ്യാനന്ദൻ അവറുകൾക്ക് ഈ ഉന്നതമായ ജന്മനക്ഷത്ര സമ്മേളന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുക. ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് ഡോക്ടർ PK വിജയപ്രസാദ് അവറുകളാണ്. ശുഭാനന്ദ ജ്ഞാനാമൃതം തുടങ്ങി ശുഭാനന്ദ സർവജ്ഞാന തത്വങ്ങളെ വിവിധങ്ങളായ പുസ്തകങ്ങൾ വഴി ഭക്തഹൃദയങ്ങൾക്കും ഈ ലോകത്തിനും എത്തിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അഡ്വക്കേറ്റ് PK വിജയപ്രസാദ് സാറിന്
ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന നടത്തിയ നിന്റെ കോമ്പയറിംഗ് നിർവഹിക്കുന്ന ശ്രീമതി മാനസ ആനന്ദിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ സദസ്സിൽ ഭവിഷ്ഠരായിരിക്കുന്ന എല്ലാ സന്യാസ പരമ്പരകൾക്കും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഭഗവാന്റെ എല്ലാ ഭക്തമിത്രങ്ങൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം 144ാമത് പൂരം ജന്മനക്ഷത്രത്തിൻ്റെ ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് പൊന്നുതമ്പുരാന്റെ പുണ്യപാതാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ശുഭാനന്ദം. ഭഗവത് പാഠങ്ങൾ ഭക്തിയാദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് തിരുശരീര വാഴ്ചകളിലൂടെ ശുഭാനന്ദ തിരുവവതാരത്തെ ലോകത്തിൽ ബോധ്യപ്പെടുത്തി മഹനീയമായ വാഴ്ചകൾ നടത്തിയ ഓരോ തിരുശരീരങ്ങളെയും ഈ സമയം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ നിലയിലേക്ക് എത്തിക്കുവാൻ കാരണഭൂതനായ എൻ്റെ പൊന്നമ്പോച്ചിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് 144ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ മഹാസമ്മേളനത്തിലാണ് നാം ഓരോരുത്തരും. ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ കൽപ്പിച്ചതുപോലെ ശാശ്വതമായ സുഖത്തിൽ അല്ലെങ്കിൽ ശാശ്വതമായ സുഖത്തെ കാണണമെങ്കിൽ നശ്വരതയെ വെടിഞ്ഞ് ശാശ്വതമായി നിലനിൽക്കുന്നത് എന്താണോ അതിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ തൻ്റെ തിരുവുടൽ വാഴ്ച കാലത്ത് അല്ലെങ്കിൽ ആ തിരുശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആദർശം പ്രവർത്തിപ്പിച്ച കാലഘട്ടം നമുക്കറിയാം. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണവ്യത്യാസത്തിൻ്റെയും ഒക്കെ കൊടിയത നിലകൊണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ തൻ്റെ അടുത്ത് വന്നവനോട് അവനെ ആദ്യമായി അവനിലേക്ക് ബോധം അല്ലെങ്കിൽ അറിവ് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നില്ല. മറിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനാണ് അവനെ ആദ്യം ഉപദേശിച്ചത്. വൃത്തിയും വിവേകവും തിരിച്ചറിവുമുള്ള നല്ലൊരു മനുഷ്യനായി തീരുവാനാണ് അവനെ ആദ്യം ഉപദേശിച്ചത്. പിന്നീടാണ് അവൻ്റെ അന്തരംഗ ശുദ്ധിക്കുള്ള വഴികൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. ശേഷമാണ് അവനെ ആത്മജ്ഞാനത്തിന് അവനെ അർഹനാക്കുന്ന അല്ലെങ്കിൽ ആത്മജ്ഞാനം അവൻ്റെ അന്തരംഗത്തിലേക്ക് ഓതിക്കൊടുക്കുന്നത്. തികച്ചും ഒരു പുതിയൊരു ആരാധനയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ സംസ്കാരത്തെയാണ് ശുഭാനന്ദ ഗുരുദേവൻ ലോകത്തിൽ വിഭാവനം ചെയ്തത്. അതുവരെയും കണ്ടതിനെയൊക്കെ ദൈവമായി ആരാധിച്ചിരുന്ന, അന്ധവിശ്വാസത്തിൽ അമർന്നിരുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസികളായിരുന്ന ആ സാധു മനുഷ്യരെ പിടിച്ചുകൂട്ടി ആരാധനയിൽ കൂടി ആരാധിക്കുവാനുള്ള ഈശ്വരീയ അറിവുകൾ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് പുതിയൊരു ഈശ്വരീയ സംസ്കാരത്തിലാണ് ശുഭാനന്ദ ഗുരുദേവൻ ഈ ലോകത്തിൽ തുടക്കം കുറിച്ചത്. അതിന്റെ പേരാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം ഈ ഭൂമിയിൽ ഒരു മങ്ങലുമേൽക്കാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. ആരാണോ ഗുരുസ്ഥാനത്തേക്ക് ദൈവം അവരോധിതനാകുന്നത് അതിനെ എൻ്റെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ പരിശീലിപ്പിക്കുന്ന മഹത്തായ ആധ്യാത്മിക കേന്ദ്രമാണ് ആത്മബോധോദയ സംഘത്തിന്റെ കേന്ദ്ര സ്ഥാപനമായ ഈ മാവേലിക്കര ചെറുകൂർ ശ്രീ ശുഭാനന്ദാശ്രമ സന്നിധി എന്ന അർത്ഥസംഖ്യക്കിടയില്ലാതെ എവിടെയും നിന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയും. കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങൾക്കും ഇടയില്ലാതെ എന്താണോ ഗുരുവിന്റെ ശബ്ദം അതിനെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇന്ന് മഹാഭാഗ്യം സിദ്ധിച്ചു. തുടർന്നുള്ള കാലഘട്ടങ്ങളിലും അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
തീർച്ചയായിട്ടും കഴിഞ്ഞ 10 ദിനങ്ങളിലായി ഇവിടെ മഹോത്സവം നടക്കുകയാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സമ്മേളനങ്ങൾ, ഭക്തിപരമായിട്ടുള്ള മറ്റ് കലാപരിപാടികൾ, ഇതിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും ഇവിടെ പങ്കെടുക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും ആഹാരം മുതലായിട്ടുള്ള എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത മുഴുവൻ പ്രവർത്തകർക്കും ആത്മബോധോദയ സംഘത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരനായി നിന്ന് പ്രവർത്തിച്ച ഭഗവാൻ ദേവാനന്ദ ഗുരുദേവ തിരുവടികൾ ദീർഘകാലം തിരുശരീരത്തിൽ സുഖത്തോടെ വാഴണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്വാമി ഗീതാനന്ദൻ അവർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികൾ, വേദിയിലുള്ള മറ്റ് സ്വാമിജിമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 144ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം ജന്മനക്ഷത്ര സമ്മേളനം ഈ വർഷവും ഏറ്റവും അനുഗ്രഹകരമായി കൊണ്ടാടുന്ന ഈ വേളയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളെയൊക്കെ കാണുന്നതിനും ഈ സന്തോഷം പങ്കിടുന്നതിനും എന്നെ വീണ്ടും ക്ഷണിച്ചതിന് സംഘാടകരോട്, പ്രത്യേകിച്ച് അഭിവന്യ ഗീതാനന്ദൻ സ്വാമിജിയോട് എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഞാൻ ഇതാദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. പല പ്രാവശ്യം ഇവിടെ വരുവാനും ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിൽ പങ്കുചേരുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദീർഘമായ വേദിയല്ല എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെ മാറി, സഹിക്കാൻ കഴിയാത്ത ചൂട് നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലത്ത്, അങ്ങനെ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് അനൗചിത്യമാണെന്ന പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ കർത്തവ്യം ഞാൻ നിറവേറ്റിക്കൊള്ളാം. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ സ്മരണ ഇന്ന് ഏറ്റവും സംഗതമായിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഗുരു എന്ന വാക്ക് നമ്മോട് പറയുന്നത് ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ തിരികെ കൊണ്ടുവരിക എന്നാണ്. ഗു എന്ന അക്ഷരം ഇരുട്ടിനെ, തമസ്സിനെ പ്രദാനം ചെയ്യുമ്പോൾ രു അതിനെ അകറ്റുന്ന, പ്രകാശത്തെ കൊണ്ടുവരുന്ന ശബ്ദമാണ്. ശിവാനന്ദ ഗുരുദേവൻ അന്ന് ജീവിച്ചിരുന്ന കാലത്തെ സമൂഹത്തിലുണ്ടായിരുന്ന ആ വലിയ ഇരുട്ടിനെ, പ്രത്യേകിച്ച് ജാതിയുടെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ അന്ന് നിലവിലിരുന്ന വലിയ ഇരുട്ടിനെ, അന്ധകാരത്തെ, തമസ്സിനെ അദ്വൈതമെന്ന, അഭേദമെന്ന ആ വലിയ പ്രകാശ ഗോപുരം കൊണ്ട്, ആ വലിയ മന്ത്രം കൊണ്ട് അകറ്റിയതിൻ്റെ ഓർമ്മയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച അഭിവന്യ ഗീതാനന്ദൻ സ്വാമിജി ഓർപ്പിച്ചതുപോലെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഏത് ഇരുട്ടിനെ അകറ്റിയെന്ന് കരുതിയോ ആ ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ വീണ്ടും ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നിതിൻ രാജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മകൻ, സഹോദരൻ, അനുജൻ, മകൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. ജാതിയുടെ നിറത്തിൻ്റെ പേരിൽ അവൻ്റെ അധ്യാപകരിൽ നിന്നൊക്കെ ഏറ്റ വലിയ ക്രൂരമായ പീഡനം, അപമാനം,
അത് 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലും ഇന്ന് നടക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കേണ്ടതാണ്. അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നമുക്കറിയാം, മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനുണ്ടായ അനുഭവം. വിശന്നപ്പോൾ ഒരല്പം ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യനെ നമ്മുടെ സമൂഹം കൊന്നില്ല. അതുകൊണ്ട് ജാതിയുടെയും നിറത്തിന്റെയും ഒക്കെ പേരിൽ ഇന്നും അനൈക്യവും അനീതിയും അധർമ്മവും അയിത്തവും ഒക്കെ തുടരുന്ന ഒരു കാലത്ത് അന്ധകാരത്തിന്റെ ശക്തികളെ വെല്ലുവിളിക്കുവാനും അതിനോട് പോരാടി ജയിക്കുവാനുമുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഗുരുദേവൻ നമുക്ക് നൽകുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. സാമൂഹിക നീതിയുടെ, സാമൂഹിക സമത്വത്തിന്റെ, അദ്വൈതത്തിന്റെ ദർശനം നമുക്ക് നൽകിയ ശുഭാനന്ദ ഗുരുദേവന്റെ ഈ ഓർമ്മ നമുക്കെല്ലാവർക്കും ഈ ജീവിക്കുന്ന കാലത്ത് ആ സന്ദേശം, ആദർശം, എനിക്ക് മുമ്പ് പ്രസംഗിച്ച സ്വാമിജി ഓർപ്പിച്ചു, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ഒക്കെ വലിയ സ്വാധീനം എന്തുമാത്രം ഇരുട്ടാണ്, അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ, അവിടെ പ്രകാശം ഉണ്ടാകണമെങ്കിൽ ശുഭാനന്ദ ഗുരുദേവൻ നമുക്ക് നൽകിയ ആ വലിയ ആദർശവും ദർശനവും നമ്മൾ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട് പ്രതിജ്ഞ എടുക്കണം. അതിന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വ്യക്തികളായും കുടുംബങ്ങളായും സമൂഹമായും സമുദായമായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്ന സംഘാടകരോട്, പ്രത്യേകിച്ച് എന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ച ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഗീതാനന്ദൻ സ്വാമിജി ഉൾപ്പെടെയുള്ളവരോട് എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മൂകം കരോതി വാചാലം പങ്കും ലംഘേതി ഗിരിം കൃപ തമഹം വന്ദേ പരമാനന്ദമാധവ. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേനും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൂരം ജന്മനക്ഷത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു സന്തോഷവും ആനന്ദവും തരുന്ന ഒരു കാര്യമാണ്. ഈയൊരു പൂരം ജന്മനക്ഷത്ര പരിപാടി ഭക്തജനങ്ങളും ഈ ആശ്രമത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളും ഒക്കെ തന്നെ അമ്പൂരിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂരം ജയന്തി സമയത്ത് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ആശ്രമത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളും എല്ലാവരും തന്നെ, സന്യാസിമാരുൾപ്പെടെയുള്ളവരെ ഒക്കെ എടുക്കേണ്ടതായ ഒരു വ്രതം ശുഭാനന്ദ ഗുരുദേവന്റെ ജീവിത സന്ദേശത്തെ ആഴത്തിൽ സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ച് സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ, ശുഭാനന്ദ ഗുരുദേവൻ ജീവിതത്തിൽ സമാർജിച്ച കാരുണ്യം, അത് നമ്മൾ അങ്ങേയറ്റം മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിതം ചമത പോലെ ചുട്ടരിച്ച ഒരു പാരമ്പര്യമാണ് ശുഭാനന്ദ ഗുരുദേവനോട് കാണിച്ചത്. അതിൽ ജീവിതത്തിൽ ഉടനീളം ചുറ്റുമുള്ളവരെ ചേർത്ത് വെക്കാനും അവരുടെ വേദനകളെ അകറ്റാനുമാണ് ശ്രമിച്ചത്. ഇത്രമാത്രം കാരുണ്യത്തെ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച ഒരു മഹാത്മാവിനെയും അടുത്തെങ്ങും കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ശ്രീബുദ്ധന്റെ ജീവിതത്തിൽ ഇത്രത്തോളം വലിയൊരു വ്രതം, അതായത് ജീവിതം ഉടനീളം ചുറ്റുമുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കലാക്കി മാറ്റിയ ഒരു മഹാത്മാവിനെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും.
അങ്ങനെയുള്ള ഒരു കാരുണ്യം നമുക്ക് സ്വാംശീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തപസ് കൊണ്ട് സാക്ഷാത്കാരം നേടുക എന്നുള്ള ഒരു വലിയ ജീവിതം ശുഭാനന്ദ ഗുരുദേവൻ നമ്മുടെയൊക്കെ മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി. ഇത്രമാത്രം ഒരു കാരുണ്യം ഒരു ഗുരുക്കന്മാർക്കും കാണാൻ സാധിക്കുന്നില്ല, അടുത്ത കാലത്തൊന്നും സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അങ്ങനെയൊന്നുണ്ട് എങ്കിൽ ശ്രീബുദ്ധന് സമാനമായിട്ടുള്ള ഒരു കാരുണ്യമാണ് സാധാരണക്കാർക്ക് വേണ്ടി. എന്തിനാണ് ശുഭാനന്ദ ഗുരുദേവൻ തൻ്റെ ജീവിതത്തെ ചമത പോലെ ചുട്ടരിച്ചത്? സാധാരണക്കാർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, ഒന്നുമില്ലാതെ കിടന്നിരുന്ന ആളുകളെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ജീവിതം ബലി കൊടുത്തത്. ആ ഒരു മഹാകാരുണ്യത്തെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ശുഭാനന്ദ ഗുരുദേവനോളം കുറച്ചെങ്കിലും ഉയർന്നു നിൽക്കുക. ആ രീതിയിൽ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദർശങ്ങളോട്, ശുഭാനന്ദ ഗുരുദേവൻ കാണിച്ചു തന്ന ആദർശങ്ങളോട് നമുക്ക് ജീവിതത്തെ ചേർത്ത് വെക്കാൻ സാധിക്കുമാറാവട്ടെ. ആ ഒരു വ്രതത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ ഒരു ഉത്സവം, പ്രത്യേകിച്ചും ശുഭാനന്ദ ഗുരുദേവൻ്റെ ജന്മതിഥിയുടെ ഉത്സവം ഒരു ഇടമായി തീരട്ടെ. ഈ ഒരു ഉത്സവത്തിന് വേണ്ടി പൂരം ജന്മ നക്ഷത്ര മഹോത്സവത്തോടനുബന്ധിച്ച് എന്നെ ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഇവിടെ വിളിച്ച എല്ലാവർക്കും ഞാനിവിടെ എല്ലാവരെയും ഇവിടെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അമ്പൂറ്റിയെ ദേവാനന്ദ ഗുരുദേവനെ പ്രത്യേകിച്ച് ഓർക്കുവാൻ വേണ്ടി ഈ സാഹചര്യത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അമ്പൂറ്റിക്കുള്ള ആ ഒരു വലിയ കാരുണ്യമാണ് എന്നോടിവിടെ പ്രദർശിപ്പിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ താല്പര്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. 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 ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതങ്ങൾ 14-ാം വാല്യം ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നന്ദാത്മജാനന്ദ അവരുടെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾക്കുള്ളിലുള്ളതും സൃഷ്ടിജാലങ്ങളായതും ബഹുമർത്യവേഷമെടുത്തതും സർവസൃഷ്ടികൾക്കും കാരണഭൂതനായ സർവചരാചരങ്ങളിലും ഉൾപ്പൊരുളായി വാഴുന്ന മഹാശക്തിയുടെ
സമ്പൂർണമായ അവതാര സുദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 ദിനങ്ങൾക്ക് മുമ്പ് ആദർശക്കൊടി ഉയർത്തി ഉന്നതമായ ആനന്ദത്തിൽ മഹാശക്തി കരുതി നടത്തി തന്ന ഉന്നതമായ പൂരം മഹോത്സവം, 144ാമത് പൂരം മഹോത്സവം എല്ലാവിധത്തിലും ആത്മലോകത്തിൽ ആനന്ദം നിറച്ചുകൊണ്ടാണ് സർവശക്തി ഈ സമയം വരെ നമുക്ക് നടത്തി തന്നത്. ഇന്നലെ നടത്തപ്പെട്ട ഘോഷയാത്രയിൽ സത്യത്തിൽ സാധാരണ ജനങ്ങൾ അത്രയും സമയം വെയിലത്ത് ചെലവഴിക്കാൻ തയ്യാറാകാത്ത ഒരു സന്ദർഭം. വിശേഷിച്ച് അനവധി മുന്നറിയിപ്പുകൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത്, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അങ്ങനെ തയ്യാറാവാത്ത സന്ദർഭത്തിൽ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഈ പെരുവെയിലത്തുകൂടി സഞ്ചരിക്കുവാൻ തയ്യാറായി എന്നുള്ളത് ഗുരുഭക്തിയുടെ ഉദാത്തമായ ഒരു ഉദാഹരണം തന്നെ. അങ്ങനെ ഓരോന്നും ചിന്തിച്ചാൽ വളരെ ദൂരങ്ങളുണ്ട്. ഈ അയൽവാസികളായുള്ള വളരെ കുറച്ച് ആളുകളെ നമുക്ക് ഇവിടെ കൂടുതൽ വിശ്വാസികളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ ദൂരങ്ങളിൽ നിന്ന് വന്നു ചേരുന്നവരാണ്. അപ്രകാരമുള്ള സന്താനങ്ങളാണ് ഈ 10 ദിവസം ഈ സന്നിധാനത്തിലെത്തി കർമ്മങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്താതെ സർവ്വതും നടത്തി. മിക്കവാറും ദിവസങ്ങളിൽ സമ്മേളനമുണ്ട്, സെമിനാർ ഉണ്ടായിരുന്നു, നാമസങ്കീർത്തന അർച്ചന ഉണ്ടായിരുന്നു, ഭക്തി ഗാനാഞ്ജലി ഉണ്ടായിരുന്നു, അതുപോലെ പല ക്രിസ്മത്സരം, അങ്ങനെ പലതും പല കർമ്മങ്ങളും നടത്തപ്പെട്ടു, കലാപരിപാടികൾ നടത്തപ്പെട്ടു. എല്ലാ സന്ദർഭങ്ങളിലും അതിനുള്ള ആളുകൾ ഇവിടെ സജ്ജമായിരുന്നു എന്നുള്ളത് അത് മഹാശക്തിയുടെ വൻപിച്ച കാര്യവും ഭക്തലോകത്തെ സംബന്ധിച്ച് ഭഗവാനോടുള്ള ബന്ധവുമാണ്. ഈ വിധത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിൽ ഒരു ആത്മാവിനെ നിലനിർത്തുവാൻ വേണ്ടി മഹാശക്തി അനുഷ്ഠിക്കുന്ന ഉന്നതമായ ആ മഹാകർമ്മത്തിൻ്റെ പേരാണ് ത്യാഗം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരാധനാ വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ത്യാഗം എന്നാൽ താടിയും മുടിയും വളർത്തി അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോകത്തും കൂടി നടത്തുന്നതല്ല. അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനം ചെയ്തിട്ട് എൻ്റെ മഹാത്യാഗത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് എന്ന് പറയുന്നതല്ല. ഒരു ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് ജന്മമെടുത്തതാണെന്ന് അവനെ ബോധ്യമാക്കി തിരിച്ചവനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന കർമ്മമാണ് ത്യാഗകർമ്മം എന്ന് പറയുന്നത്. ഇത് വളരെ പച്ചയായി ശുഭാനന്ദ ഗുരുദേവൻ ലോകത്തോട് അറിയിച്ചിട്ടുണ്ട്, അനുഭവപ്പെടുത്തുന്നുണ്ട്. ആ വിധത്തിൽ മഹാത്യാഗ കർമ്മം ലോകാന്ത്യം വരെ തുടരുന്നതിനാണ് ശരീരമാറ്റമെന്ന നിയമവും പാസാക്കിയത്. ഇപ്പോൾ നമ്മുടെ നന്ദാത്മജാനന്ദ സ്വാമി സംസാരിച്ചു പറഞ്ഞു, സ്വാമി വിവേകാനന്ദനെ തിരിച്ചറിയണമെങ്കിൽ ഒരു സ്വാമി വിവേകാനന്ദൻ ഉണ്ടാവണം. ഭഗവാൻ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, ആത്മാവിലധിവാസം ചെയ്തിടുന്നു. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, ഈശ്വരൻ ഗുരുവായിട്ട് അവതരിച്ചു, ആത്മാവിൽ അധിവാസം ചെയ്തിടുന്നു. ആത്മാവിന്റെ പരമോന്നതാവസ്ഥയാണ് ഈശ്വരത്വം എന്ന് പറയുന്നത്. ആ പരമോന്നതാവസ്ഥയിലേക്ക് എത്തിയ ആത്മാവിലാണ് ഗുരുവിന്റെ അധിവാസം ഉണ്ടാകുന്നത്. ലോകത്തിൽ ജന്മമെടുത്ത ഗുരുവിന്റെ മഹാത്യാഗം ബോധ്യപ്പെടുന്നത് ഈ ലോകത്തിൽ ഉന്നതമായ കർമ്മങ്ങളിലൂടെ കർമ്മഫലം ആർജിച്ചെടുത്ത് ഈശ്വരത്വം പ്രാപിച്ച ഒരാത്മാവിന് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ എന്ന മഹാസത്യമാണ് ആ കീർത്തനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പരമമായ സത്യമാണ്. അതിന് താഴെ നിന്നുകൊണ്ട്, അതിനെല്ലാം ഒരുപാട് താഴെ നിന്നുകൊണ്ട് ഗുരുവിനെ അളക്കാൻ ശ്രമിച്ചാൽ, ഗുരുവിനെ പഠിക്കാൻ ശ്രമിച്ചാൽ, ഗുരുവിനെ വിമർശിക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും നേരെയാവുകയില്ല. സ്വാമി വിവേകാനന്ദൻ തന്നെ ഒരിക്കൽ പറഞ്ഞു, കടലിന്റെ ആഴമളക്കാൻ ഉപ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പാവ താഴോട്ട് കെട്ടിയിറക്കിയാലത്തെ അവസ്ഥ പോലെയാണ്
ഗുരുവിൻ്റെ മഹാത്യാഗത്തെ അളക്കുവാൻ ശിഷ്യൻ പരിശ്രമിച്ചു. ഉപ്പുകൊണ്ടുണ്ടാക്കിയ പാവ കടൽ വെള്ളത്തിലൂടെ താഴോട്ട് പോയാലത്തെ അവസ്ഥ എന്താവും? തിരികെ വരാൻ പാവ ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് അനന്തമായ വിജ്ഞാനമായി നിലകൊള്ളുന്ന, വിജ്ഞാനിയായി അല്ല, വിജ്ഞാനമായി. ഒരിക്കലും ഭഗവാൻ ജ്ഞാനിയോ വിജ്ഞാനിയോ അല്ല, ഭഗവാൻ വിജ്ഞാനമാണ്. ഭഗവാൻ എന്ന് പറയുന്നത് വിജ്ഞാനമാണ്, വിജ്ഞാനിയല്ല. വിജ്ഞാനി ഭഗവാനിൽ നിന്ന് ജ്ഞാനം കേട്ടവരാണ്. അപ്പൊ മഹാവിജ്ഞാനമായി നിൽക്കുന്ന ഗുരുവിന്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിവുണ്ടാകണമെങ്കിൽ ഗുരുവായി തീരണം. അങ്ങനെ ഓരോ ഹൃദയങ്ങളെയും ഗുരുരൂപമാക്കി തീർക്കുവാനുള്ള കഠിന പരിശ്രമത്തിന്റെ പേരാണ് ത്യാഗം. അത് യുഗാന്തരങ്ങളിലൂടെ മഹാശക്തി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കലിയുഗത്തിൽ ഖഡ്ഗാവതാരം സമ്പൂർണ്ണ മോക്ഷത്തെ ദാനം ചെയ്യുവാനുള്ള നാമസങ്കീർത്തന വ്യവസ്ഥ സ്ഥാപിച്ച് അത് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാക്കുവാൻ വേണ്ടി കഠിനത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ മഹാത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഈ സന്ദർഭത്തിൽ ഇത്രയും സന്താനങ്ങൾ ഇവിടെ വന്നു ചേർന്നത്. ഇന്നൊരു ദിവസം വന്നവരല്ല, ഇന്നലെ വന്നവരല്ല. ഈ 10 ദിവസവും നടന്ന കർമ്മ പരിപാടികളിൽ ഇത്രയും വലിയ ഒരു സമൂഹം എത്തിച്ചേരാൻ ഇടയായിരുന്നു. ഇന്ന് ലോകത്തിൽ അധർമ്മവും അനീതിയും കൊടികുത്തി വാഴുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയും ഹൃദയങ്ങൾ ഈ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഇടയായി തീർന്നതും ഗുരുവിന്റെ മഹാത്യാഗത്തിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നവർ കൈയടിക്കുക. അപ്രകാരം നിഷ്കളങ്ക ഭക്തിയിലൂടെ ഉന്നതനാകുന്ന ഗുരുവിന്റെ രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ, ആരാധിക്കുവാൻ തക്കവിധത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന ഈ മഹാദേവാലയത്തിൽ വെച്ച് ഇപ്രകാരം ഈ ജന്മനക്ഷത്ര മഹോത്സവം ആഘോഷിക്കുവാൻ അനുവദിച്ചു. ഇപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടീസിൽ വെച്ചിരുന്ന എല്ലാ ആളുകളും നമ്മുടെ സമ്മേളനത്തിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. ഞാൻ നോട്ടീസിൽ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇത്രയും ആളുകൾ പ്രസംഗിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രകാശയാത്രയ്ക്ക് എങ്ങനെ പോകും, സമയം കൂടുതലാവുമല്ലോ എന്ന് കരുതിയിരുന്നു. ഹൃദയങ്ങളിൽ ചിന്തിച്ചു പോയതാണ്. കുറച്ചു മുമ്പാണ് അറിയുന്നത് പല ആളുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ പ്രകാശയാത്ര നമുക്ക് ഏറ്റവും അത്യാവശ്യമായതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ മഹനീയമായ കർമ്മമാണ്. സമ്മേളനം ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, സമ്മേളനവും അതിലൂടെ ആഴ്ചക്കാലം മുതൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് മുടക്കാൻ പാടില്ലാത്തതുമാണ്. അതുകൊണ്ട് അതും വളരെ അത്യാവശ്യമാണ്. എന്നാൽ പ്രകാശയാത്രയും അതിൻ്റെ കൃത്യമായ സമയത്ത് ആരംഭിക്കേണ്ടതും എത്തിച്ചേരേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാം ഈശ്വരന് നടത്തിപ്പാണ് എന്ന് ചിന്തിക്കുമ്പോൾ വരാത്തതിനെക്കുറിച്ചോ നടക്കാത്തതിനെക്കുറിച്ചോ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചില്ല. ദൈവം എന്ത് നിശ്ചയിക്കുന്നു അത് ഈ സന്നിധാനത്തിൽ എൻ്റെ ഭക്തലോകത്തെ കൊണ്ട് ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഏറ്റവും വലിയ കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും ഈ കാരുണ്യവും സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ തക്കവിധം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഉന്നതമായ ആ ഈശ്വരത്വത്തിലേക്ക് ഉയർത്തുവാൻ തക്കവിധം ഭക്തിയോടുകൂടി ജീവിക്കുവാൻ വീണ്ടും അറിയിച്ചുകൊണ്ട് ഉന്നതമായ ഈ ജന്മനക്ഷത്ര സമ്മേളനം സർവശക്തിയുടെ കാരുണ്യത്താൽ നടത്തുന്നു. സർവശക്തി തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. ഉന്നതമായ അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകാണും. അതും ഉന്നതമായ അറിവുകൾ തന്നെയാണ്. ആ അറിവുകളും നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക, ആവശ്യമുള്ളതിനകത്ത് ഉപയോഗിക്കുക. ഇതെല്ലാം അനിവാര്യമാണ്. അറിവുള്ളവരെല്ലാം ഗുരുവിൻ്റെ വകയാണ്. അറിവിൻ്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. ഗുരുവിൽ നിന്നല്ലാതെ അറിവ് ഉണ്ടാകുന്നില്ല. അപ്പോൾ തീർച്ചയായും അറിവുകളെല്ലാം നമ്മൾ സ്വീകരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ പരമോന്നതമായ കാരുണ്യം സർവകർമ്മങ്ങളിലും അനുഭവിക്കുവാൻ ഈ സമ്മേളനം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന മഹാപ്രകാശയാത്ര അൻപിച്ച വിജയമായി തീരുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യനെ സ്നേഹം ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവനന്തപുരം 144ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹമാണ്. ഇതിനോടനുബന്ധിച്ച്
അനുബന്ധിച്ച് ജന്മനക്ഷത്ര സമ്മേളനമാണ് ശുഭാനന്ദ ഗുരുദേവന്റെ സിരുതമിതിയും കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള വിശ്വാസി സമൂഹം ഇവിടെ നടന്ന നിരവധി സമ്മേളനങ്ങളും അനുബന്ധ പരിപാടികളും സാംസ്കാരിക പരിപാടികളുമൊക്കെ പൂരത്തിന് കൂടുതൽ മറവേകി എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു. ഭഗവാൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയപരമായ ചിന്തയും സാമൂഹ്യപരമായ ദർശനവും കൂടുതൽ ലക്ഷ്യബോധത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്നിധി കൂടിയാണ് ഈ ശുഭാനന്ദാശ്രമം. കേരളത്തിൽ ആശ്രമങ്ങൾ നിരവധിയുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലും ലോകത്തും നിരവധി ആശ്രമങ്ങളുണ്ട്. ഓരോ ആശ്രമങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയും വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ശുഭാനന്ദ ഗുരുദേവന്റെ ഈ ആശ്രമത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിശാസ്ത്രമാണ് നടക്കുന്നത്. ഇവിടെ വന്നു പോകുന്നവർക്കെല്ലാം തന്നെ കുറച്ച് വിശ്വാസം ആർജിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനമായി കാണാൻ കഴിയുന്നത്. മതനിരപേക്ഷതയുടെ ഉയർന്ന മൂല്യം സംരക്ഷിക്കപ്പെടുന്നതിന് പ്രാധാന്യമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ശുഭാനന്ദ ഗുരുദേവന്റെ സന്നിധി എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനുള്ള കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായി ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉയർന്ന രൂപം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി നമുക്കുണ്ടാകുന്നതും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടിയാണ്. തികച്ച വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനാ രീതിയാണ് ശുഭാനന്ദ ഗുരുദേവന്റെ തിരുസന്നിധിയിൽ നടക്കുന്നത്. അറിവിലൂടെ വിവേകം നേടുക എന്നതാണ് ശുഭാനന്ദ ഗുരുദേവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ആത്മീയപരമായിട്ടുള്ള ചൈതന്യത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏക തലമുറയുടെയും കടമയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ശുഭാനന്ദ ഗുരുദേവന്റെ വിശ്വാസികൾ ഈ തിരുവടികളുടെ പാദം പിന്തുടർന്നുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോടുകൂടി മനസ്സിന് ആത്മധൈര്യം പകർന്നുകൊണ്ട് തന്നെ വിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും സംരക്ഷിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യബോധത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശുഭാനന്ദ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് വളരെ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിലൂടെ ജീവിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി 20-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണ് നാം നന്നായി ഓർക്കുന്നത് നല്ലതായിരിക്കും. ദാരിദ്ര്യം എന്താണെന്ന് അനുഭവിച്ച് അറിഞ്ഞ് അതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നേരിടേണ്ട ബുദ്ധിമുട്ടും പ്രയാസവും അവജ്ഞയും ഒക്കെ
കുറ്റപ്പെടുത്തലുമൊക്കെ നേരിടേണ്ടി വന്ന ജീവിത അനുഭവമാണ് ശുഭാനന്ദ ഗുരുദേവനുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് ലഭിച്ച വിശ്വാസവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അറിവും പരിജ്ഞാനമൊക്കെ ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വളരെ സമാധാന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വീക്ഷിച്ച് മനസ്സിലാക്കി പോകുന്ന രീതിയായിരുന്നു ഗുരുദേവനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് കുട്ടികൾ ജനിക്കാൻ കഴിയാത്ത താമസമുണ്ടായ സന്ദർഭത്തിൽ ഒട്ടേറെ പ്രാർത്ഥനയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ശുഭാനന്ദ ഗുരുദേവന്റെ ജനനം നടന്നത്. ജനിച്ച ഭൂമിയിലേക്ക് വീണ സന്ദർഭത്തിൽ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ കുട്ടികളുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. അത്ഭുതകരമായ സിദ്ധി എന്നുള്ളത് ഒന്നുമല്ല, എന്നാൽ എന്തോ ഒരു പ്രത്യേകത ഈ കുട്ടിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ വളരെ സ്നേഹത്തോട് ലാളിത്യത്തോടുകൂടി ശുഭാനന്ദ ഗുരുദേവനെ വളർത്തിയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രയാസത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിലാണ് എന്നുള്ളത് കൂടി നാം ഓർക്കുന്നതായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം വളർന്നു വന്ന ചുറ്റുപാട് തൻ്റെ ജീവിത രീതിക്ക് തന്നെ എന്തോ മാറ്റമുണ്ടെന്നു അദ്ദേഹത്തിന് തന്നെ തോന്നിയത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിത രീതിയിൽ തന്നെ മാറ്റമുണ്ടാകുന്നത്, ജീവിത ചരിത്രത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്നത്. മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ മാറ്റം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള ഒരു തന്ത്രി മുഖേനോട് തൻ്റെ മകൻ്റെ ഭാവിയെ സംബന്ധിച്ചും മകൻ്റെ രീതിയെ സംബന്ധിച്ചും ചോദിക്കുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയത് ഒരു അതുല്യനായിട്ടുള്ള ഒരാളായി മാറുമെന്നുള്ളതാണ്. ശുഭാനന്ദ ഗുരുദേവനെ നമുക്ക് ഓർക്കുമ്പോൾ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പൂരമഹോത്സവം ഈ ചെറുതോൽ ആശ്രമത്തിൽ മാത്രമല്ല, ശുഭാനന്ദ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഈ പൂരമഹോത്സവം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശുഭാനന്ദ ഗുരുദേവന്റെ തിരുവടികളുടെ എല്ലാ ആത്മചൈതന്യങ്ങളും കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി ഭൗതിക സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ സമ്മേളനം നിങ്ങളുടെ അനുവാദത്തോടുകൂടി ആദരവോടുകൂടി വിനയത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശുഭാനന്ദ. കലിയുഗത്തിലെ കൽകി അവതാര നാമസങ്കീർത്തനം മൊത്തമെന്ന ആദർശം നടപ്പിലാക്കുവാൻ വേണ്ടി 144 വർഷങ്ങൾക്ക് മുമ്പ് ജന്മമെടുത്ത അവതാര പുരുഷനായ ശുഭാനന്ദ ഗുരു അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടും ഈ 144ാമത് ഗുരം ജന്മനക്ഷത്ര മഹാഭാരതത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിൽ കൃതജ്ഞത ഏർപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിശ്ചിതമായിട്ടുള്ള ചുമതല.
ഈ സമ്മേളനത്തെ സംബന്ധിച്ച വേദിയിൽ വിശിഷ്ടരായിരിക്കുന്ന ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾക്ക് നന്ദി പറയുക എന്നതിലും ഉപരിയായി ഈ 10 ദിവസം ഇവിടെ നടന്ന എല്ലാ പരിപാടികളെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അവയിലേക്കൊക്കെ വന്നൊരു തിരിഞ്ഞുനോട്ടം നടത്തണമെന്ന് ദീർഘമായിട്ടല്ലെങ്കിൽ കൂടി 1-2 വാരങ്ങളുണ്ടെങ്കിലും അതിന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അടിയനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ 10 ദിവസവും സന്നിധാനത്തിൽ താമസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗവാക്കാകാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായ ഞാൻ ഇക്കൊല്ലം ഒരു ദിവസം മാത്രമേ ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് സന്നിധാനത്തിൽ എത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിലും നടന്ന പരിപാടികളുടെ എല്ലാം ഇനി ഏതാനും ബാക്കി ശരിക്കും ഒഴികെ എല്ലാ പരിപാടികളിലും ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് കേൾക്കുവാൻ മീഡിയയിലൂടെ സാധിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി അത് കേട്ട് മനസ്സിലാക്കി ആഹ്ലാദിച്ച് ആനന്ദിച്ച് അതിശയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ഈ 144ാമത് ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ 1950 ശേഷമുള്ള കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് 1962 ശേഷമുള്ള കാലഘട്ടത്തിൽ ജന്മാഷ്ടമി മുഴുവൻ ഈ ഗുരുദേവന്റെ നേതൃത്വം മുതൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് മുടങ്ങാതെ നടത്തപ്പെട്ടിട്ടുള്ളതുമായിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന ആഘോഷ പരിപാടികളുടെ വ്യാപ്തിയോ പ്രാധാന്യമോ കുറച്ച് കാണാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും അത് എത്രത്തോളം കൂടുതൽ വിപുലമായി എത്രത്തോളം കൂടുതൽ ഭക്തജനങ്ങൾ ആകർഷിക്കപ്പെട്ട് അവരെ എല്ലാ അത്ഭുതകരമായ പരിപാടികളോടുകൂടി വിപുലമായ പല പരിപാടികളോടുകൂടി നടത്തപ്പെടുന്നു എന്ന് കാണുമ്പോൾ അങ്ങേയറ്റ അഭിമാനവും സന്തോഷവും തോന്നുന്നതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ടുള്ള കഴിഞ്ഞ 10 ദിവസം നടന്ന പരിപാടികളിൽ 7 വിപുലമായ സമ്മേളനങ്ങൾ തന്നെ നടന്നു. നമുക്കറിയാം, യുവജന സമ്മേളനം, ബാലജന സമ്മേളനം, വനിതാ സമ്മേളനം, സെമിനാർ, പിന്നെ ആധ്യാത്മിക സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, ഏറ്റവും ഒടുവിലായിട്ടാണ് നമ്മുടെ ഈ ജന്മാഷ്ടമി സമ്മേളനം നടക്കുന്നത്. ഇതിലെല്ലാം കൂടി ഞാനൊന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 100-ൽ പരം പ്രാസംഗികരും മറ്റുള്ളവരുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ ഒരു 10-40 കുറയാതെ വ്യക്തികളെന്ന് പറയുന്നത് VIP-കളായിട്ടുള്ള പുറത്തു നിന്നിട്ടുള്ള വിശിഷ്ട അതിഥികളാണ്. ഇന്ന് തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ 4-5 പേര് വിശിഷ്ടാതിഥികളായിട്ടുണ്ടായിരുന്നു. ഒരു 2-3 പേർക്ക് വിവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്രകാരം 100-100ഓളം പ്രാസംഗികരെയും മറ്റുള്ളവരെയും പ്രയോഗമന്ത്രികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ മാത്രമല്ല, ഈ 10 ദിവസവും തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള ഏതാണ്ട് 100ഓളം ആശ്രമങ്ങളും ശാഖകളും ഉൾപ്പെട്ട് പങ്കുകൊണ്ടിട്ടുള്ള ഈ താരാസ്തുതിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതിൽ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തെ പറ്റി അവരുടെ ഈ സ്തുതിയും മറ്റും പങ്കെടുത്തുകൊണ്ട് മുഴുവൻ സമയവും ഇതിനുവേണ്ടി ഇതിൻ്റെ എല്ലാ പരിപാടികളുടെയും ഉന്നതിക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി ഏതെല്ലാം തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതോടെ ആലോചിച്ച് നോക്കുമ്പോൾ സ്തുതിക്ക് പുറമെ സമ്മേളനങ്ങൾക്ക് പുറമെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഗാനാർച്ചനയും മറ്റു പരിപാടികളും ഇതുപോലെ എന്തെല്ലാം കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളവരുടെ നടന്നെന്ന് ആലോചിക്കുമ്പോൾ മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടുതൽ വിപുലമായി ആഘോഷിക്കപ്പെട്ടു. ഏവരും അതിൽ പങ്കുകൊണ്ട് അനുഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ഉത്തേജനമായിട്ട് നിന്ന ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളായ സെക്രട്ടറിയും ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളും സന്യാസ പരമ്പരകളും വോളണ്ടിയർമാരും ഭക്തന്മാരും എല്ലാം എത്രത്തോളം നമ്മൾ നന്ദിപ്പെട്ടാലും മതിയാകാത്ത രീതിയിലുള്ള സേവനങ്ങളാണ് അനുഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം അടിയൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അടിയന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ നടന്ന ജന്മാഷ്ടമി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാന്യനായ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അവர்களാണ്. നമുക്കറിയാം, 1 മിനിറ്റ് പോലും
സ്വന്തം കാര്യങ്ങൾക്ക് പോലും നീക്കിവെക്കാൻ ഇല്ലാത്ത രീതിയിൽ കർത്തവ്യനിഷ്ഠനായിട്ട് ലോകമെമ്പാടും കേരളത്തിലല്ല ഇന്ത്യ സർവ്വ ആശ്രമങ്ങളിലും ശാലകളിലും നടക്കുന്ന സർവ്വ കാര്യങ്ങളിലും പങ്കുകൊണ്ട് നടപ്പിലാക്കി വിജയിപ്പിച്ച് നമ്മുടെ പേര് ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം നിലനിൽക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഗീതാനന്ദ സ്വാമി അവർക്ക് ട്രസ്റ്റിൻ്റെ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലുമുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ ഈശ്വര പ്രവർത്തനം നടത്തിയ ശ്രീമതി മാനസ ആനന്ദ് തന്നെയാണ് നമ്മുടെ സമ്മേളനം ഇത്രയേറെ വിലവാക്കത്തക്കവണ്ണം കോമ്പാരിങ് നേരെ മനസ്സിലാക്കുള്ളൂ. വാക്കുകളൊക്കെ പേരുകളൊക്കെ കൊടുക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുന്ന കാര്യങ്ങളിലും പ്രഭാഷണം നടത്തുന്ന കാര്യങ്ങളിലൊക്കെ പിന്നോക്കം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിയാവുന്ന കാര്യങ്ങളായ പോലും ഓർത്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്ന ഇത്തരം വീഴ്ച ക്ഷമിക്കണമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്രകാരം കോമ്പാരിങ് ഉൾപ്പെടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ നമ്മുടെ ശ്രീമതി മാനസ ആനന്ദ് സ്വാഗതം ആശംസിച്ച സ്വാമി വിവേകാനന്ദൻ അവർ ട്രസ്റ്റ് മെമ്പർ കൂടിയായ സ്വാമി വിവേകാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ ആഴത്തിൽ ആദർശത്തെ പഠിച്ചുകൊണ്ട് കൂടുതൽ ഗവേഷണം നടത്തി, പഠന വിഷയമാക്കി ഗവേഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 24 മണിക്കൂറും അമ്പൂരിയോടൊപ്പം ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൊടുക്കുന്നുള്ളതും നമുക്കറിയാം. പ്രകാരമുള്ള സ്വാമി വിവേകാനന്ദൻ അവർ നടത്തിയ ആ സ്വാഗത പ്രസംഗത്തിൽ തീർച്ചയായിട്ടും ആദർശപരമായ പല കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതും സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ട്രസ്റ്റിൻ്റെ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഹൃദയം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ മഹേന്ദ്രൻ അവർ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റിൽ നേരത്തെ ഉൾക്കൊണ്ടിരുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അല്പം കാലതാമസം മറ്റേ ചില കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം സംഭവിച്ച അല്പം കാലതാമസം നേരിട്ടെങ്കിലും വളരെ ദീർഘമായിട്ട് ആദർശപരമായിട്ട് ബന്ധപ്പെട്ട് ഗുരുദേവന്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് വളരെ നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ചതിന് ശേഷം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ എ മഹേന്ദ്രൻ അവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അതിൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി, ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ആശീർവാദ പ്രസംഗം നടത്തിയത് അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് പത്രപ്പെടുത്തിയ അവരായിരുന്നു. നിരണം യാക്കോബായ സഭയുടെ മദ്രാസനാണ് അദ്ദേഹവും ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് പലതവണയും ഈ ആശ്രമത്തിലെ മറ്റു പല പരിപാടികളിൽ നടത്തിയിട്ടുണ്ട്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നമ്മളുമായിട്ട് വളരെ ഐക്യമത്യത്തിൽ പോകുന്ന, നമ്മുടെ ആദർശവുമായിട്ട് വളരെയേറെ താതാത്മ്യം പ്രാപിച്ച് അതിനെപ്പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഭാഷണങ്ങൾ നടത്തി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ആശീർവാദ പ്രസംഗം നടത്തി നമ്മളെ ആനന്ദഭരിതനാക്കിയ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് പുറപ്പെടുവിച്ച ആളുകൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സമ്മേളനത്തിൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലുമുള്ള ഹൃദയങ്ങളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുഖ്യ ആശംസ പ്രസംഗം നടത്തിയ ശ്രീമദ് സ്വാമി മന്ദാത്മജാനന്ദ അവരുകളാണ്. അദ്ദേഹം പ്രബുദ്ധകേരളത്തിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വളരെ ശൈശവദശ മുതൽ നമ്മുടെ ആശ്രമത്തെപ്പറ്റി, പൊതുജനത്തിലേക്ക് ആശ്രമത്തെപ്പറ്റി കൂടുതൽ ബന്ധപ്പെട്ട് അറിഞ്ഞു വളർന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ബന്ധം ഇന്നും രാമകൃഷ്ണാശ്രമത്തിലെ ഒരു ബഹുമാന്യ ആചാര്യനാണെങ്കിൽ കൂടി ഇന്നും നമ്മുടെ ആദർശവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മളിൽ ഒരാളായിട്ട്, നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാരിൽ ഒരാളായിട്ട് തന്നെ നമ്മളും പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹം വളരെ ചിന്താജനകമായ രീതിയിലുള്ള ഒരു മുഖ്യ ആശംസാ പ്രസംഗം ഇവിടെ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനും കൃഷ്ണന്റെ പേരിലും നിങ്ങളുടെ ഓരോരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ തുടർന്ന് സംസാരിക്കേണ്ടിയിരുന്ന സ്വാമി തപസ്യാനന്ദനവർ സമയം ദീർഘമായിട്ട് സംസാരിക്കാനുള്ള സമയം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി അദ്ദേഹത്തിനും കൃഷ്ണന്റെ പേരിലും നിങ്ങളുടെ ഓരോരുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഇത്രമേൽ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഇനി തുടർന്ന് നടക്കേണ്ട ഒരു എത്രയും വളരെ വിപുലമായി നടത്തപ്പെടുന്ന പ്രാധാന്യമേറിയ ഒരു പരിപാടിയാണ് നമ്മുടെ പ്രകാശയാത്ര. പ്രകാശയാത്രയെ പറ്റി പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞു വെച്ചതെന്നും കൂടി അതിനിട്ടിരിക്കുന്ന ആ പേര് പോലും, പ്രകാശയാത്ര എന്നുള്ള പേര് പോലും അടിയൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ ഈ ജന്മാന്തര ജ്ഞാനോപദേശം കലിയുമൊക്കെ കഴിഞ്ഞിട്ട് ശക്തി വിഷയം, സൃഷ്ടി വിഷയം എന്നൊക്കെ പറഞ്ഞ ചില ഉപദേശങ്ങളോടുകൂടിയുണ്ട്. അതിൽ ആ ശക്തി വിഷയത്തിൽ പറയുന്നത് സർവ സൃഷ്ടിയായവരുടെയും സൃഷ്ടിക്ക് മുമ്പ് താൻ ഏകനായിരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനു മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു ശക്തി വിഷയമായിരുന്നു, ശക്തിയായിരുന്നു. അപ്പം സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ശക്തി, ആ ശക്തി എന്ന് പറയുന്നത് ഒരു വലിയ പ്രകാശമായിരുന്നു. ആ പ്രകാശമാണ് സൃഷ്ടിക്കുള്ള അറിവായി ഭവിച്ചത്. ഇത്രയും കാര്യങ്ങൾ അതിന്റെ തത്വമായിട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ സൃഷ്ടിക്കുള്ള അറിവായി ഭവിച്ച പ്രകാശമാണ് ശക്തിയായി ഇരുന്നുകൊണ്ട് ഏകനായിരുന്ന സ്രഷ്ടാവിന് ഈ സർവ കാണപ്പെടാത്തതായ സൃഷ്ടിയായതിനെല്ലാം വേണ്ട അറിവ് പകർന്നു കൊടുത്തത് അല്ലെങ്കിൽ ഈ പ്രകാശമായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ, ചുരുക്കം പറഞ്ഞാൽ ചുവന്ന ദർശനത്തിന്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് ശരിവെക്കുന്ന ഒന്നാണ് ഈ ദീപക്കാഴ്ച എന്ന് പറയുന്നത്, ഒരു പ്രകാശയാത്ര. ഇപ്രകാരമുള്ള ഒരു പ്രകാശയാത്രയിൽ കൂടി സംബന്ധിക്കാൻ ബന്ധപ്പെട്ട് ആകാംക്ഷപൂർവ്വം ഇരിക്കുന്ന കഥകൾ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. അതേപ്പറ്റി പോകുന്നുള്ളതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നടന്നതും നടക്കാതിരിക്കുന്നതുമായ സമസ്ത കാര്യങ്ങളും മംഗളകരമായി അനുഗ്രഹപ്രദമായി ഇതുപോലെ നടന്നത് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്ത ഇതിൻ്റെ ലഘുവായ കാര്യങ്ങൾ മുഴുവൻ ഗുരുവായ കാര്യങ്ങൾ വരെ ആദ്യാവസാനം എപ്രകാരം നടക്കണമെന്ന് രൂപകൽപ്പന ചെയ്ത് അത് അതേപടി തന്റെ ഹിതത്തിന് ഉച്ചയ്ക്ക് ഒത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൊന്നു തമ്പുരാനായ നമ്മുടെ ഏവരുടെയും കണ്ണിലൊഴിഞ്ഞ കാണപ്പെട്ട ദൈവമായ ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികളെ മറ്റെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഏവരും നന്ദി പറയേണ്ടതും കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത്. ഞാനത് മനഃപൂർവ്വം അവസാനമായിട്ട് മാറ്റിവെച്ചതിന്റെ കാരണവും മറ്റൊന്നല്ല, പൊന്നുതമ്പുരാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് കാണുന്നത്, ഈ കാണപ്പെടുന്നത് എല്ലാം നടക്കുന്നതെന്നുള്ളത് കൊണ്ട് അതിനപ്പുറം ആ ഹിതത്തിന് പൊന്നുതമ്പുരാന്റെ ഹിതത്തിന് ഉച്ചയ്ക്ക് ഒത്ത് പ്രവർത്തിച്ച് തമ്പുരാനെ സന്തോഷിപ്പിക്കുന്ന ഭക്തജനങ്ങളായ നിങ്ങൾക്ക് ഏവർക്കും ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ പോലും ചിന്തിക്കാതെ, ആരോഗ്യത്തെ പോലും ചിന്തിക്കാതെ രാമകലിന്റെ ക്ലേശപൂർവ്വം ശിവാനന്ദ കാലത്ത് ഗുരുദേവൻ എപ്രകാരമൊക്കെ കഷ്ടപ്പെട്ടോ അതുപോലെ എല്ലാം ത്യാഗം സഹിച്ചുകൊണ്ട് വാഴുന്ന നമ്മുടെ ദേവാനന്ദ ഗുരുദേവ തിരുവടികൾ ദീർഘകാലം പൂർണ്ണ ആരോഗ്യത്തോടെ അഷ്ടൈശ്വര്യങ്ങളോടെ സുഖത്തോടെ വാഴുമാറാകണമെന്നും സർവ്വതലങ്ങളോടും സർവശക്തിയോടും ഈ ആശ്രമ വാണിരുന്നുകൊണ്ട് ആത്മലോകരക്ഷ ചെയ്ത് സർവമാന മനുഷ്യ ജന്മങ്ങളെയും സംരക്ഷിക്കുമാറാകണമെന്നും ആ
ശുഭാനന്ദ ഗുരുദേവന്റെ ആദർശം അതേപടി ലോകമെമ്പാടും പ്രചരിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യകാരന്റെ പാതാരങ്ങളിൽ സാക്ഷാത്കാരം വെച്ചുകൊണ്ട് അടിയന്റെ എളിയ വാക്കുകൾ ഗുരുപാതയെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എളിയ നമസ്കാരം. ജയ് ശുഭാനന്ദ. ആശ്രമ സന്നിധിയിലേക്ക് ഭഗവാന്റെ പൂരം ചന്ദ്ര നക്ഷത്രത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും നടന്നു കയറിയ പ്രകാശയാത്ര ഇതാ കടന്നു വരുന്നു. ആത്മബോധോദയ സംഘത്തിന്റെ പ്രകാശയാത്ര ഇതാ മാവേലിക്കരയിൽ നിന്നും ആരംഭിച്ച് ഇതാ കടന്നു വരികയാണ്. മാവേലിക്കര അർബൻ കോർപ്പറേറ്റ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് ആത്മബോധോദയ സംഘത്തിന്റെ പ്രകാശയാത്ര. ആത്മബോധോദയ സംഘത്തിന്റെ പ്രകാശയാത്ര, ആത്മനാഥന്റെ പ്രകാശയാത്ര. പ്രകാശയാത്ര, ആത്മബോധോദയ സംഘത്തിന്റെ പ്രകാശയാത്ര. ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവൻ തിരുവടികൾ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവൻ തിരുവടികൾ അനുവാദം നൽകിയ ആത്മബോധോദയ സംഘത്തിന്റെ ജന്മനക്ഷത്ര പ്രകാശയാത്ര ഇതാ കടന്നു വരികയാണ്. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവൻ തിരുവടികളുടെ ഛായാചിത്രം എഴുന്നള്ളിച്ചുകൊണ്ട്
ആധുനികരുടെ ഹൃദയം ഭൂമിയിലൂടെ ശുഭാനന്ദ ഗുരുദേവന്റെ ശുഭാനന്ദ ഗുരുദേവന്റെ പിൻതലമുറക്കാർ വായിച്ചുകൊണ്ടുള്ള ശുഭാനന്ദ ഗുരുദേവന്റെ ചതുർ വർണ്ണക്കൊടി ആലേഖനം ചെയ്ത ശുഭാനന്ദ ഗുരുദേവന്റെ നടന്ന മണ്ണാണ്. ശിവാനന്ദ ഗുരുദേവൻ പറഞ്ഞു നടന്ന മണ്ണാണ്. ശിവാനന്ദ ഗുരുദേവന്റെ പരമ്പരകളായ ആ മുഖ്യരത്നങ്ങളാവുന്ന ഭക്തജനങ്ങൾ ഇന്ന് ശിവാനന്ദ ഗുരുദേവന്റെ രഥത്തിൽ ശിവാനന്ദ ഗുരുദേവന്റെ ഛായാചിത്രങ്ങൾ പ്രമാണങ്ങളിലുള്ള മണ്ണാണ്. ഈ മണ്ണിൽ ഒരുപാട് അനവധി ശിവാനന്ദ ഗുരുദേവനും കലിയുഗത്തിൽ മോക്ഷമന്ത്രമായ നാമസങ്കീർത്തന ആലാപനത്തോടുകൂടി നൂറുകണക്കിന് ശിവാനന്ദ വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടുള്ള ആത്മബോധനീയ സംഘത്തിന്റെ ശിവാനന്ദ ഗുരുദേവന്റെ 144ാമത് പൂരം ജന്മനക്ഷത്ര പ്രകാശയാത്ര ഇതാ നടന്നു വരികയാണ്. ഈ മണ്ണിൽ ശിവാനന്ദ ഗുരുദേവന്റെ കാലത്ത് വഴിനടക്കുവാനില്ലായിരുന്ന കാലഘട്ടത്തിൽ ശിവാനന്ദ ഗുരുദേവന്റെ പാടി നടന്ന സത്യാദർശത്തിലൂടെ എടുത്ത ഭഗവാന്റെ മുക്തമാകുന്ന ഭക്തജനങ്ങൾ ഒരു മാലയിൽ കൊടുത്ത മുക്തിമണികളെ പോലെ പാലിച്ച് ജീവിതം ധന്യമാക്കിയിട്ടുള്ളതാണ്. ഒരു വ്യക്തമാക്കി ശബ്ദമാണ്. അത് ശിവാനന്ദ ഗുരുദേവന്റെ ശബ്ദമാണ്. ഈ പ്രകാശയാത്ര ഓരോ ഭക്ത മനസ്സുകളും സന്യാസിമാരും ആ ശബ്ദം സ്വീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന നക്ഷത്ര പ്രകാശയാത്രയാണ് കടന്നുവരുന്നത്. ആത്മീയതയുടെ അനിർവചനീയമായ ആഴക്കടലിൽ നിന്നും ആത്മബോധത്തിന്റെ ആകാശനീലമയിലെ കാന്മാക്കളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ പൊന്നമ്പൂതി ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവന്റെ അനുഗ്രഹമാണ്. ദേവാനന്ദ ഗുരുദേവന്റെ ശബ്ദമാണ് ഈ പ്രകാശയാത്ര.
Hallelujah.
അവതാര ദിനത്തെ ഇത്രയും സന്താനങ്ങളെ ഏകോപിച്ച് എൻ്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും പ്രകൃതിയും ഏകോപിച്ച് ഈ വിധം ആനന്ദമായി നടത്തി തന്ന മഹാശക്തിയെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഗുരുവിൻ്റെ ജ്ഞാനപീയൂഷം ആത്മാവിൽ ഭവിച്ച ആത്മലോകം, ആത്മബോധോദയ സംഘാംഗങ്ങളായി ലോകത്തിൽ ജീവിക്കുന്ന ഭക്തകുലം ഒത്തുചേർന്ന് നടത്തിയ ഈ പ്രകാശയാത്ര മഹാശക്തി സ്വീകരിക്കുമാറാകട്ടെ. ഉടമസ്ഥനുമാകുന്ന ദൈവം ഇത് സ്വീകരിക്കുമാറാകട്ടെ. പാപശാപദോഷങ്ങളും ഈ അഗ്നിയിൽ ലയിച്ചു മാറുമാറാകട്ടെ. ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും എന്നും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം സന്താനങ്ങൾ സദ്ബുദ്ധിയോടും സൽക്കർമ്മത്തോടും കൂടി ലോകത്തിൽ ജീവിക്കുവാൻ ഈ പുണ്യനിമിഷത്തിന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എപ്പോഴും സത്യസന്ധതയോടും കൃത്യനിഷ്ഠയോടും കൂടി ത്യാഗമനോഭാവത്തോടുകൂടി സദ്ബുദ്ധിയോടുകൂടി ജീവിതം ചെയ്യുവാൻ ജഗദീശ്വരൻ നിങ്ങളിൽ കരുണ ചൊരിയുമാറാകട്ടെ. അതിന് ഉടമസ്ഥനുമാകുന്ന ദൈവത്തിന്റെ മഹാതൃക്കരങ്ങളാൽ ആദർശക്കൊടി ഉയർത്തിയ നിമിഷം മുതൽ ഇതാ ഈ നിമിഷം വരെ ആനന്ദം ആനന്ദം ആനന്ദമായി സർവ്വതും നടത്തിയ മഹാശക്തിയുടെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഈ ആനന്ദവുമായി മടങ്ങി നിങ്ങളുടെ സ്വസ്ഥാനത്ത് എത്തിച്ചേരും വരെയും ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. വന്ന് കാണും വരെയും ഈ ആനന്ദം നിങ്ങളിൽ നിലനിൽക്കുമാറാകട്ടെ. ഒറ്റപ്പെടുത്താതെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ താരാസ്തുതിയുടെ വ്രതം നാളെ പ്രഭാതത്തിൽ ആരംഭിക്കുകയാണ്. ആദർശക്കൊടി ഇറക്കുമ്പോൾ നമ്മൾ പുതിയ വ്രതത്തിലേക്ക് കടക്കുകയാണ്. ഉന്നതമായ വ്രതമെടുത്തുകൊണ്ട് ആ പരിശുദ്ധതയോടുകൂടി വന്ന് താരാസ്തുതിയിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനുള്ള അവസരം ഈശ്വരൻ ദാനം ചെയ്യുകയാണ്. ഉന്നതനാകുന്ന ദൈവം സ്വീകരിച്ചു വാണിരുന്ന 2 മനോഹര തിരുവുടലുകൾ നമ്മളെ വിട്ട് കടന്നുപോയ ദിനമാണ് മെയ് മാസം 17-ാം തീയതി ഇടവം 3-ാം തീയതി. അത് ദുഃഖദിനാചരണമായി നമ്മൾ ആചരിക്കുന്നു. ആ ദിനം പ്രത്യേക നിഷ്ഠയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഴിഞ്ഞുകൂടണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതെല്ലാം നടത്തി നിങ്ങൾ അനുഗ്രഹീതരാകുവാൻ ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. സദ്ബുദ്ധിയോടുകൂടി ലോകത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഗുരുവിന്റെ കാരുണ്യവും ഗുണവും ലഭിക്കുകയുള്ളൂ. ആ വിധത്തിൽ ഗുണസമ്പൂർണനാകുന്ന ഗുരുവിന്റെ സദ്ഗുണങ്ങൾ ആത്മാവിൽ നിലനിർത്തിക്കൊണ്ട് എന്നും ജീവിക്കുവാൻ സദ്ഗുണസമ്പൂർണനാകുന്ന ഗുരുവരൻ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയിക്കുന്ന അറിവുകളെല്ലാം ഗുണസമ്പാദനത്തിലുള്ളതാണെന്നുള്ള അറിവോടുകൂടി ആദരസമന്വിതം അറിവുകളെ സ്വീകരിപ്പാനും ജീവിപ്പാനും സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രകാശയാത്രയിൽ പങ്കെടുത്ത എല്ലാ ഹൃദയങ്ങളെയും ഞാനിത് പ്രദർശിക്കുകയാണ്. കയ്യിൽ ദീപത്താലങ്ങളും ഏന്തിയാണ് പ്രകാശയാത്രയിൽ പങ്കെടുക്കേണ്ടത്. എങ്കിലും പല അത്യാവശ്യങ്ങൾക്കും അതുപോലെ അവിചാരിതമായി ഒക്കെ ദീപങ്ങൾ ഇല്ലാതെ വന്നവരുമുണ്ട്. അവരെയും ഞാൻ ദർശിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അവരും ദീപത്താലങ്ങളോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ അനുവദിക്കട്ടെ. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരും ദീപത്താലങ്ങളേന്തി ഈ പ്രകൃതിയിൽ കൂടി ഈ ലോകത്തിലൂടെ നിങ്ങൾ നടത്തുന്ന ഈ പ്രകാശയാത്ര ഇതൊരു പ്രഹസനമല്ല. ഇത് ദൈവത്തിന്റെ തീരുമാനം ലോകത്തിൽ നടപ്പാക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രകാശയാത്രയാണ്. ആത്മപ്രകാശത്തോടുകൂടി ലോകത്തിൽ ജീവിച്ച് നിത്യാനന്ദ സ്വർഗസുഖത്തിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി ഒരു കൂട്ടം സന്താനങ്ങൾ ലോകത്തിൽ ഉയർത്തിയെടുക്കുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രകാശയാത്ര നടത്തുന്നത്.